ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കിഡിലോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ 2 സിവിക് കൊണ്ട് നമ്മളെ ജപ്പാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും. നമ്മളെ ജപ്പാന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ജപ്പാൻ കാണാൻ പോകുന്നു. അതാണ് നമ്മൾ പോകാൻ പോണത്. ഇത് CPM പാർട്ട് 3 ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ വണ്ടിയാണ്. ഈ വണ്ടിയായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഇറങ്ങാൻ പോകണം. അപ്പം ഞാനും ഈ വണ്ടിയാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഗൈസ്. ഇന്നലത്തെ പോലീസ് കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുക്കാൻ മാക്സിമം നോക്കി വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോലെ അവിടെ ഫോൺ അലോഡ് ചെയ്തില്ല. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളതൊക്കെ ഒത്തുതീർപ്പാക്കി വിട്ടു. വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് കിടക്കുന്നത്. വണ്ടി സൂൺലി മോഡിഫൈഡ് ആയിട്ട് വരുന്നതാണ്. ആ വണ്ടിൻ്റെ റിവ്യൂകൾ നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി അതൊക്കെ ഒരു തീരുമാനമാക്കി വെച്ചിരിക്കണേ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ വേറൊരു സ്ഥലം ഞാൻ പറഞ്ഞില്ല, ടോക്കിയോ ടവർ മാതിരി മറ്റേ ചൈന ഗേറ്റ്, അവിടേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മളെ ഫ്രണ്ടും പാടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓനെയും കൂട്ടിയിട്ട് ഓൻ്റെ പെര വരെ പോവാം. എന്നിട്ട് അവിടുന്ന് ഓനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ചൈന ഗേറ്റിലേക്ക് പോയി അവിടെ വെച്ച് കാണാം ഗൈസ്. പോണ വഴിയിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഓൻ്റെ പേരൻ്റെ അവിടെ എത്തിക്കണം. ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഓൻ ജീവിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഓനെ കാണാൻ പോകാം ഗൈസ്. എൻ്റെ വണ്ടി കൂടെ പുറത്തിട്ടുണ്ട് ഗൈസ്. വണ്ടി എടുത്തിട്ടാ ചെറുക്കാ എന്നെ കാണാൻ ഇവിടെ വന്നിട്ട് ഇജ് വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ പുതിയ വണ്ടി എടുത്തു. ഇജ് വണ്ടി ഇറക്കി സിവിക് ഇറക്കി വന്നപ്പോൾ ഞാനൊരു സിവിക് ഇറക്കി. എൻ്റെ നമ്മളെ വണ്ടി ഉണ്ട് സാധനം കിട്ടുമായിട്ടുണ്ട്. ആ ഹോണ്ടൻ്റെതല്ലടാ, അജ് ചെറുതാക്കിയത് ഞാൻ കുറച്ച് വലുതാക്കിയത്. അതാണപ്പോൾ വലിയ ഡിഫറൻസ്. എടാ ഞാനൊരു സ്ഥലത്ത് പോയതാടാ. ഒരു ചെല്ലി ചെക്കണ്ടല്ലോ എൻ്റെ വണ്ടി മൊത്തം ഹോണ്ടൻ്റെ എമ്പളൊരു നാസാക്കി. ആ കൈതനെൻ്റെ കൈ കിട്ടിക്കണം 4. എന്തായാലും ഇത് വർത്താനം പറഞ്ഞിക്കാതെ നമുക്ക് വേറെ പരിപാടി ഉണ്ട്. അങ്ങോട്ട് പോവാം. എവിടെയാണ് സ്ഥലം? എവിടെയാണ് പരിപാടി? എന്നാലും നമ്മളൊരു ടണലിൻ്റെ അടുത്തായിട്ടൊരു ചൈന ടവർ ഉണ്ടില്ലേ, എന്നാൽ ഞാൻ ഇന്ന് ചൈന വരെ തൂക്കിക്കൊണ്ടുപോകാം. പിന്നാലെ വാട്ടോ. എവിടേക്കൊക്കെ ലാഗായി പോകുന്നുണ്ടല്ലോ. ഞാൻ ലാഗൊന്നുമല്ല. അപ്പോൾ കഴിച്ച് എന്തായാലും അതിൻ്റെ കുറച്ചെടുത്തായിട്ട് എത്തിയിട്ട് അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കും. ഒരു ചെറിയ ലാഗ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ നമ്മളെ ഫ്രണ്ട് അപ്പോൾ നമ്മളെ മുമ്പിൽ ചാടി അങ്ങനെ പോയി കഴിച്ചിട്ടാ അവനോടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ചൈന ഗേറ്റ്. നല്ല ചെറി ബ്ലോസം ട്രീ ഒക്കെ ഉണ്ട്. ചെറുതാണെന്ന് മാത്രം. നല്ലൊരു സ്പോട്ടാണെന്നാണ് ഇവിടെ എല്ലാ ആൾ പറഞ്ഞത് ഇന്നലെ. അപ്പോൾ നമ്മൾ ഇന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ പിന്നാലെ പോവാ. എന്നാ ചൂട്ടോ, ഞാൻ പിള്ളേർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം. കണ്ടോ ഗൈസ്, നല്ല വൈബീസ് എല്ലാം. അടുത്തത് നിങ്ങൾ ഏതുകൊണ്ട് എടുത്തിട്ട് വരണമെന്ന് പറയണം ഗൈസ്. നമ്മൾ ഒരു അഡ്വാറായിട്ട് എടുത്തിട്ട് വരും ഗൈസ്. ഇർഫാനെ, എൻ്റെ വണ്ടി ലോഡല്ലേ? ഇനിയാണ് നമ്മുടെ ചൈന ടവർ പണി തരുന്നത്. ഒരു കുത്തനെ ഇറക്കത്തുനിന്ന് ഇങ്ങനെ പോകണം. ഞാൻ വലുതായിട്ടൊന്നും ഇറക്കിയിട്ടില്ല കണ്ടോ. എന്റെ നല്ല ഇറക്കി. ഇന്ത്യ കുഴപ്പമില്ല കേട്ടോ, അനുഭവിച്ചോ. എന്റെ അവസ്ഥ നോക്കി ബാക്കൊക്കെ എടുത്ത് നോക്കിട്ട് അവസ്ഥ നോക്ക്. ഞാൻ വന്ന് നോക്കട്ടെ. ഇറക്ക്. അയ്യ നല്ല തട്ടി മുട്ടി നിന്നുണ്ട്. അങ്ങനെ ഒറ്റ സ്റ്റേക്കിലാണ് എൻ്റെ അടുത്ത്, വേറെ വഴിയില്ല. എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ലോയൽറ്റി. കൊണ്ടേ കുത്തിയതല്ലടാ. പിന്നല്ലാണ്ട് എനിക്ക് ലാഗാണ്. ഞാൻ തരുന്നു എന്തായാലും
എന്റെ അർത്ഥം പണി മുണ്ടാതെ വേറെ വല്ല വണ്ടിയിട്ട് വന്നാൽ Oh my God. ഇന്നലത്തെ നോക്കിക്കണി മറ്റേ വണ്ടി തട്ടിന്നു ഇതിന്റെ ഒന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞോണ്ടാ ഞങ്ങൾക്ക് തന്നെ ബിസിനസ് പണി ആയിക്കോട്ടെ. ചെറുക്കം നോക്കട്ടെ അല്ല കയറ്റി ആ വരുത്തണത് ഇങ്ങനെ ഫീലാവുക. അങ്ങനെ കയറ്റി കുഞ്ഞു നോക്കാനൊന്നുമില്ല. വണ്ടീൻ്റെ അടി നല്ല വരത്തി നല്ല തോലൊക്കെ ഇങ്ങനെ പോയി. വാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വാ നമുക്ക് ബൈപ്പാസ് ഇങ്ങനെ പോവാം. പെട്രോൾ അടിച്ചില്ലേ? അതൊക്കെ നമ്മളെപ്പോഴോ കഴിഞ്ഞാട്ട ഞാൻ 50 ഉറുപ്പ്യൊക്കെ അടിച്ചു പറഞ്ഞപ്പോൾ വ്ളോഗ് എടുക്കും വിചാരിച്ചു. എന്താണ് ഫുൾ ടാങ്ക് അടിച്ചു വിട്ടിരുന്നു. ഫുൾ ടാങ്കോ എന്താ ഞാൻ ഈ കേക്കിന് കരുതി. എടാ ഇവിടെ നിർത്തിക്കോ. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വഴിയാണുണ്ട്. നല്ല ഗ്രൗണ്ട് അല്ലത് പാർക്കിംഗ് പ്ലേസ് ആണ്. രണ്ട് തിരി തിരിച്ചില്ലെങ്കിൽ ഒരു സമാധാനമല്ല. എന്റെ വണ്ടി തട്ടണത് എനിക്ക് തിരി ഇതൊന്നും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഇങ്ങനെ ഒരു പണി തരുന്ന എനിക്കറിയാം. ഞാൻ വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പം എന്തായാലും കഴിച്ച് നമുക്ക് ഇനിയും കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. എന്താ ഇത് കഴിച്ച് അയാൾ എൻ്റെ അടുത്ത് നല്ല സ്ഥലമായി കയറുന്നു പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ വരാൻ പറ്റുമെന്നില്ല അയാൾ പറഞ്ഞില്ല കഴിച്ച്. ഞാൻ ഇറങ്ങണില്ല. ഞാൻ പോവുക. അടുത്ത സ്ഥലങ്ങളിൽ നല്ല മെയിൻ ഹബ് ഏതാ? അത് നമുക്കറിയാം. പിന്നെന്ത് ഉണ്ടാക്കാനാണ് ഞാനത് ആ സിനിമാറ്റിക്സ് ഒക്കെ എടുത്ത് സിനിമാറ്റിക്സ് കാട്ടിൽ കയറി. സിനിമാറ്റിക്സിന് വേണ്ട. നമുക്ക് ഡ്രൈവിങ്ങിൽ കുറച്ച് പ്രശ്നമൊക്കെ തന്നെയാണ്. അത് ഇങ്ങോട്ട് ക്ഷമിക്കണം കൈ. ഏത് വഴി കൂടെ ഇറങ്ങണേ? വന്ന വഴി തന്നെ ഇറങ്ങണം. ഇവിടെ വേറെ വഴിയില്ല. വന്ന് കുടുങ്ങിയതാ. തിരിച്ചു പോരി. അപ്പം എന്തായാലും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു ഗായ്സ്. ഇപ്പോത്തിന് കൊക്കെ പോയിന്ന് ഗായ്സ്. നല്ലൊരു സ്ഥലമല്ലേ ഗായ്സ്? നല്ല സുഖസുന്ദരമായ ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇത് കുറച്ചുണ്ടായതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലം പാടാൻ പോവാം. അപ്പോൾ നമ്മൾ ആ സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ കാത്തിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലം പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു എന്ത് പോക്കം പോണ്. അപ്പം നമ്മൾ ഈ എൻട്രൻസ് കാണിച്ചു. അപ്പോൾ എക്സിറ്റും പാടെ അങ്ങനെ കാണിച്ചാൽ ചൈന എന്താ സാധനം എന്നറിയില്ല. ചൈനക്കാരൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഉണ്ടാക്കി കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ആ സ്ഥലത്തിൻ്റെ ഏകദേശം എടുത്തെത്താനാകുമ്പോൾ നിങ്ങളെ കാണാം ഗൈസ്. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഹലോ ഗൈസ്, അവൻ പെരും പോക്ക് പോണത് കണ്ടു. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല ഞാൻ. ഒരു പോക്ക് കൊണ്ട് പോയി. പിന്നെ അവനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണ് എന്തെന്ന് ഒന്നും അറിയണില്ല. എവിടെയാണ് ചെറുക്കം പോയി കിടക്കണം. ഗൈസ് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പറട്ടോ. ആ നിൽക്കണ മോനല്ലേ? ആ മോനെന്നെ ഗൈസ്. ആ ചെറുക്കാ ഡേയ് എന്ത് പോക്കാടി പോയത്? എന്നാവാ നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ എൻ്റെ പൊന്നാര ചെറുക്ക എന്നെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുക. നമ്മൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അത് ഇവിടെ നമ്മളൊരു
പിള്ളണ്ട് പണിയെടുക്കേ അല്ലല്ല പണിയല്ല ഇവിടെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഓനെ കാണാൻ വന്നേ ഇങ്ങോട്ട് വാ ഇവിടെ ട്രെയിലറൊക്കെ ഉണ്ട് നമുക്ക് പണിയെടുക്കാൻ. അതെന്തായാലും നമ്മളെ ഫ്രണ്ട്സ് പറയട്ടെ ഗൈസ്. നിങ്ങൾ പറയും നമ്മൾ ട്രക്കായിട്ട് പണിയെടുക്കാൻ പോണത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ട്രക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പണിയും ചെയ്യും ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോകാൻ നിങ്ങൾ ഇവിടെ ആയിട്ടാണ് ഓൻ വരികയെന്ന് അറിഞ്ഞത്. ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല. ഞാൻ അവനക്കൊന്ന് വിളിച്ചോട്ടെ. ഹലോ ഗൈസ്, നമ്മളെ ഫ്രണ്ട് ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. ഇവനല്ല കേട്ടോ, ഇവനെ കിട്ടിയിരിക്കണേ. വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെ വിളിച്ചിട്ട് ഓൻ ഫോണും കൊടുക്കണില്ല. ഓൻ എവിടെ പോയി എന്ന് തന്നെ അറിയില്ല ഗൈസ്. ഇപ്പം എങ്ങനെയാണ് വിളിച്ചാൽ ഒരു പരിപാടിക്കും അവനെ പറ്റൂല. എന്തോന്ന് എന്നെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് വല്ലാണ്ട് നാവ് കൂടുന്നുണ്ട്. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കാണിച്ചരടാ എനിക്കുണ്ടാ ഇങ്ങോട്ടൊന്ന് വാ. എന്താ കുസ്തിക്കുണ്ടോ ആന്ധ്ര പോയിക്കോ ചെറുക്കച്ച അവിടുന്ന്. അഹമ്മദാബാദ് അഹമ്മദാബാദ്ക്ക് ഒരു ട്രിപ്പ് പോണം. ചെറുക്ക നമ്മളെ കയ്യിൽ ഇത് മാത്രല്ല, ഇനിയും കുറെ വണ്ടി ഉണ്ട്. നമ്മളെ നമ്പീസ് ആൻഡ് നൻപൻക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പൊ കഴിച്ച് എന്തായാലും ഈ സ്ഥലമൊക്കെ നമ്മളൊന്ന് കണ്ടു. ഇവിടെ ഓനില്ല. അപ്പം നമ്മൾ ഇതേമാതിരി അടുത്തൊരു സ്ഥലം പാടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടും പാടൊന്ന് പോയിട്ട് നോക്കാം. ഓനില്ലെങ്കിൽ നമുക്ക് ഹലോ ഗൈസ്, ഏകദേശം ഏകദേശം അല്ല കുറച്ചങ്ങോട്ട് എത്താനായിക്കണേ. നമ്മളെന്തായാലും വണ്ടിയൊക്കെ ഇങ്ങനെ കാണിച്ച് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പോവാന്നിരിക്കും. ഓൻ പറഞ്ഞ മാതിരി തന്നെ ഓൻ പടച്ചു വിട്ടിരിക്കണം. ഓനൊന്നും ഇവിടെ കാണാനില്ല. എനിക്കെന്നെ അറിയില്ല. ഏകദേശം നമ്മളിവിടെ എത്താനേ. ഇതന്നെ ഞാൻ മറ്റേ വഴി വന്നടാ. ഇവിടെ ഫുൾ ആൾക്കാരാണല്ലോ. എന്താ ഇവിടെ ഓൻ വന്നോണ്ട് തന്നെ ആൾക്കാർ കൂടിക്കണ്. അല്ലേലേ ഇപ്പം പ്രശ്നങ്ങളെ വലിച്ചു വാരി കൊണ്ടുവരണതാണ്. റോട്ടിൽ കൂടെ പോകാൻ പറ്റൂല. അവിടെ അടിണ്ടാക്കി അവിടെ വെക്കാറാടാ. നമുക്ക് വേറെ മര്യാദ കുറയുന്നുണ്ട് ഗായ്സ്. വീഡിയോ ഒന്നും എടുത്ത് കളയാനായിരിക്കും ഗായ്സ്. വണ്ടി നിങ്ങൾ കുത്തിയതൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വേറെ ഒന്നല്ല ഗായ്സ്, ഒക്കെ ഓൻ്റെ പണി തന്നെ. കൊണ്ടേ കുത്തിവെച്ചതാണ് ഗായ്സ്. കണ്ടോ എന്ത് ലാഗാ നോക്ക് ഗായ്സ്. ഇങ്ങനൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഗെയിം കളിച്ചാനാണ് കൊണ്ട് എൻ്റെ അടുത്താരും ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്താരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആയിട്ട് ഓൻ വരുന്നാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഓൻ വരാന്ന് പറഞ്ഞത്. ഓൻ ഇതുവരെ കാണുന്നില്ല. അവിടെ ഒരു കാക്കുണ്ട്. ചോദിച്ചോട്ടാ ചെറുക്കാ, ഞാൻ ഓനെ ആ കാക്കാൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ച് നേരാക്കുക. അത് നാസാക്കി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കാക്കാൻ്റെ അടുത്ത് പോയി ചോദിച്ചോട്ടെ. ഇത് കാക്കയാണോ ആരാണ്? അസ്സലാമലൈക്കും. അയ്യോ നമ്മളാണ്. അല്ല കാക്ക, നിങ്ങൾ നീണ്ടിട്ട് കുറച്ച് തടിച്ചിട്ട് കുറച്ച് കാലും കൈയും ഒക്കെ എല്ലാം ഒരു മൂക്കും കണ്ണൊക്കെ എല്ലാം ഒരാളെ കണ്ടിരുന്നു നിങ്ങളിവിടെ. ലോകത്ത് അങ്ങനത്തെ പിന്നെ ഉണ്ടാവുക. അത് കാക്ക അതങ്ങനല്ല. ഇവിടെ ഒരു തടിച്ചിട്ട് ഭയങ്കര തടിയേക്കരം. അല്ല കാക്ക, സ്കൂൾ ഡ്രൈവറും കൊണ്ട് തിരിച്ചു മൂക്കോ പല്ലു പോയിക്കൊച്ചി കാക്ക അങ്ങനെ ഇന്നെ കളിയാക്കി വിട്ടു ഗായ്സ്. എനിക്ക് സബ്ബൂഫറല്ല, എനിക്ക് ഒലക്ക് മുണ്ടാതെ പോയിക്കോ. ഞാൻ പോണ്. നല്ല സൗണ്ട് ഞാൻ പോവുക. എന്താ വലിപ്പ പറഞ്ഞു ഞങ്ങക്ക്. വലിപ്പ നല്ലോണം പറഞ്ഞു. ഇജുമ്പാടെ വന്നാൽ മതി. നമുക്ക് രണ്ടാക്കും നല്ല കേൾക്കുന്നു. ഞാൻ സബൂഫും നേരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ചോദിച്ചു. ഞാൻ വലിപ്പ ചൂടായില്ലേ. ഇങ്ങോട്ട് വാടാ.
എൻ്റെ വാപ്പനെ വേറെ നമ്മൾ ചാക്കിലാക്കി കെട്ടിയും പിന്നെ ഇപ്പം എൻ്റെ കുടുക്കാടി വലിച്ച് ആ ചെറുക്കം വെറുതെ എന്റെ വാപ്പ ഗൾഫിലാണ്. പിന്നെ എന്റെ വാപ്പാനെ പേരറിയാ. എന്റെ ഒരു മാസ്കും ഉണ്ട്, ഉജ്ജുണ്ട്. ഇതല്ലേ മറ്റേ അബ്ദുൽ മലിക്കിന്റെ മോനി. ഈ ഇങ്ങളെന്നത് ഇങ്ങളെ കാണിച്ചു തരാം. ലഡു അല്ല എനിക്ക് ഞങ്ങൾക്ക് തരാം. കാക്കത് പ്രാങ്കാണ്. ആവശ്യം അതിന്റെ ലോണിന്റെ അടുത്ത് വന്ന് പറയാ ഭയങ്കര മോശമാണ്, നിങ്ങളെല്ലാ കുട്ടികളും പിടിച്ചിട്ടുണ്ടാവുന്നു. ഏതിപ്പോ നത്ത് തടിണ്ട് ഒലക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ആ വെള്ളം ഇങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ആ നത്തല്ലേ? ആ നത്തന്നെ കാക്ക. ആ ജന്തു കുടിച്ചാണ്. അതിനൊക്കെ വിട്ട് എത്ര ഉറുപ്പ്യ കിട്ടും? കിഡ്നിയൊക്കെ വിൽക്കാലോ. എത്ര ഉറുപ്പ്യ കിട്ടും? അത് നമുക്കറിയില്ല. ഇതന്നെയാണ് നമ്മള് ബിസിനസ്. എന്റേത് നല്ല കണ്ടിട്ട് നല്ല ഉഷാറാണല്ലോ. എനിക്ക് വേണേ എന്റെ വാപ്പാനെ വിശ്വാസാക്കാനായ ജോറുണ്ടാക്കട്ട. എന്താ ചേർക്കണേ? ചേർക്കണെന്തോ നിങ്ങൾ ഡാൻസ് കണ്ടിക്കണോ? ഡാൻസോ? ഡാൻസ് നോക്കിക്കോണ്ട്. ഡാൻസ് നോക്കാം. ഡാൻസ് അല്ല ഓ മൈ ഗോഡ്, ഡാൻസ് അല്ല രസല്ലേ? കണ്ടോ മൈക്കിൾ ജാൻസൺ ഒക്കെ ഡാൻസ് ആരാണെന്ന്? മൈക്കിൾ ജാൻസൺ. അതാരാ? അതെനിക്കറിയില്ല. ഇല്ലല്ലോ. എന്താ വല്യപ്പ ഞങ്ങൾക്ക് എത്ര വയസ്സ്? ഞമ്മക്ക് ജസ്റ്റ് ഒരു 64 വയസ്സ്. 64 കളവ. എന്നിട്ട് എന്റെ അടുത്ത് ഇത്ര പോകുന്ന പ്രായപൂർത്തി ചേർക്കേണ്ടത് ചേർക്ക്. അവന്റെ കുടുക്കോടി പോലും ഉറച്ചിട്ടില്ല. പിന്നെ ചെറുക്ക ചലക്കാൻ നിക്കണ്ടോ? വലിയപ്പ അവിടെ ചെറുക്കണ്ടല്ലോ ഓനെ എന്താ പറയണത്? ഏത് നത്തല്ലേ? ആ നത്തന്നെ പറയണ എന്താന്നറിയോ? നത്തല്ലോന്റെ പേര് പിന്നെന്തോ? ജിറാഫേ. ജൂറോഫോ? കണ്ടപ്പോഴേ തോന്നി. അവിടെ ഇപ്പൊക്കെ മൂത്രയിച്ച മുട്ടിയമാതിരി. ഇപ്പൊ കുറച്ച് ഫാൻ്റെ കൂടെ പോയിരുന്നു. ഓന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സുന്നത്ത് കല്യാണം കഴിച്ചാലോ? ഓന്റെ എല്ലാം നമുക്ക് കഴിച്ചാൽ നമുക്ക് കല്യാണം മുതൽ നിശ്ചയം മുതൽ എല്ലാ കളക്കമാക്കളും നമ്മൾ കഴിക്കുന്നത്. ബ്രോക്കർ ഓരോ കല്യാണം കഴിച്ചാൽ നമ്മളെല്ലാ പണി എടുക്കും. നിങ്ങള് വായറ്റില് ആളെ കണ്ടില്ല? നമ്മളെല്ലാ പണി എടുക്കും. അത് നിങ്ങളാണോ? ആ നമ്മൾ തന്നെയാണ്. ആ നോക്കിക്ക നിങ്ങള് ചെണ്ണ കുറ്റിക്കൊന്നും തരാന്ന് അറിയുന്ന ഹാസിർ എപ്പടെ നിങ്ങള് ഇത് നിങ്ങളെ പേരിലെ പേരേ അല്ലല്ല, ഞാൻ ഇവിടെ കക്ക വന്നതാണ്. കള്ളമായ എന്റെ കൂടി കഴിഞ്ഞ എനിക്കുള്ള തല്ലിട്ടും. അല്ല ഒരു കാര്യം കൂടെ ചോദിച്ചാണ്ട് ഒരു ഇവിടേക്ക് ഒരു തടിച്ചിട്ട് കറുത്തിട്ട് താടിയിലൊരു ചെറുക്കം വന്നിരുന്നോ? ഒന്ന് ഇങ്ങോട്ട് എടുത്തുക്കോ. ഇപ്പോഴാണ് ഓനെ ഞാൻ അയച്ചു വിട്ടത്. അപ്പോത്തിന് ചേർക്ക എൻ്റെ അടുത്ത് ചോദിച്ചാ പറഞ്ഞാൽ മതി. ഓനാണെങ്കിലും ഒരു പേടിത്തൊണ്ടനാണ്. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നിട്ട് ഒരു പേടിത്തൊണ്ടന. എന്നിട്ട് ഓന്റെ മാതിരി എന്നെ വിചാരിച്ചാൽ നിൽക്കണോ? ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ല. ഞാൻ വരാൾജേഷനാണ്. വരാൾജേഷൻ എന്റെ വരാള് ഞാൻ. എന്നാ ശരി, അസ്സലാമലൈക്കും. എനിക്ക് വാങ്ങി കൊടുക്കാൻ നേരായി. നിങ്ങളാരാ ഉസ്താദോ? നമ്മള് പറഞ്ഞില്ല, നമ്മള് പല പണി എടുക്കും. പല പണി എടുക്കും. ഒരു പണി ഞാനും അങ്ങോട്ട് തരുന്നുണ്ട്. വലിയക്കും സലാം കാക്കഞ്ഞ് എന്താ വല്ലപ്പോഴും ഇവിടേക്ക് കാണാൻ വരാം. തീർച്ചയായും ഇൻഷാ അല്ലാഹ്. കാക്ക മറ്റേ ചെറുക്കന് എന്താ ഡീലല്ലേ വെട്ടി വിട്ടാലോ? ഏതാ നത്തല്ലേ? നത്തന്റെ കാറുകളൊക്കെ വെച്ച് വേണം. എന്താ കുറച്ച് പൈസ 40 ലക്ഷം ഉള്ളു. അപ്പൊ നമുക്ക് തൂക്കാം. 20 എനിക്ക് 10 ഇങ്ങക്ക്. കാരണം നിങ്ങൾ കൂലിപ്പണി എടുക്കണം. 20ഉം 10ഉം അതെന്ത് കണക്ക്? പിന്നെ 30 എനിക്ക് 10 എനിക്ക്. ഇത് നടക്കൂല. ശരി എനിക്ക് 20 എനിക്ക് 20 പറ്റുമോ? അതൊക്കെ അമ്പത് അടിച്ചോ. എനിക്കിപ്പോ തരാൻ 20. മാഴിയാക്ക് 10 തരികയാണെങ്കിൽ 10 തന്നോണ്ടി. അതില്ലെങ്കിൽ എനിക്ക് തരൂല. എന്നാ ശരി ഒരു ഹഗ്. ഹൗസ് ഓണർ അല്ലേ വരുന്നേ? എന്താണ് മോൻ? നന്ദിയുണ്ട്. വളരെ സന്തോഷം. വീണ്ടും സന്ധിക്കണം. ഗുഡ് ബൈ. വീണ്ടും സന്ധിക്കുറവരിക്കും. ഇത് ഉങ്കൾ JTV. ബോയ് ബോയ്. പുതിയ സൂര്യൻ. ഹലോ ഗൈസ്, മോൻ അവിടെ എന്തൊക്കെയോ വർത്താനം പറയണ്ടായിരുന്നു. എന്തൊക്കെയാന്നും കൂടി എനിക്കറിയില്ല. ഇജെന്തിനാ വല്യപ്പനെ വർത്താനം പറഞ്ഞോണ്ട്? ബിരിയാണിയോ? എന്നെ പിടിച്ച് ആട്ടി വിട്ടിട്ട് എനിക്ക് ബിരിയാണി. എനിക്ക് എന്നിട്ട് മൂപ്പരെ വക ലഡു വന്നു. ലഡു മൂപ്പരനാണ് പേരും സംസാരം. മൂപ്പര മറ്റേ ഹാസിന്റെ ഹലന്റെ സുന്നത്ത് കല്യാണം കഴിച്ച മൂപ്പരാണേ. ഓ മൈ ഗോഡ്. അതിന്റെ സുന്നത്ത് ഞാൻ വണ്ടി വിട്ടു കല്യാണം കഴിച്ച് ഏൽപ്പിച്ചിരുന്നു. അതാ എന്റെ വണ്ടി. അപ്പോൾ ഗൈസ്
ഏകദേശം നമുക്ക് തീരാനില്ലതായി. ഒരു ഇന്നത്തേക്ക് സ്ഥലത്ത് കൊണ്ട് ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഞാൻ പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്ത് നമ്മൾ എന്ത് പരിപാടി ചോദിച്ചാൽ നമ്മളെ രാത്രി നമ്മൾ ടർഫ് പോലെ ബുക്ക് ചെയ്ത് ഞങ്ങള് രാത്രി ടർഫിൽ പോകാൻ പോവാ. അതന്നെ ഗൈസ്, ഇന്ന് രാത്രിയായിട്ട് ടർഫ് പോകും. അതിൻ്റെ വീഡിയോ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടർഫ് പോണ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കണം. ടർഫ് പോണ വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ടർഫ് പീസാണ് അത് നമ്മൾ വൈകിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഇത് പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ.